ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം, അതായത് അദ്ദേഹത്തിന്റെ രണ്ടു വശം നോക്കുക, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലൈഫും നോക്കുക. അദ്ദേഹത്തിന്റെ നമുക്ക് പൊളിറ്റിക്കൽ ലൈഫിനെ കുറിച്ച് പരാതികളൊന്നും പറയാനില്ല, കാരണം ഞാനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതായത് കൃത്യമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പ്രതിപക്ഷം എന്ന രീതിയിൽ ഒരുപാട് കൃത്യമായി പോയിന്റുകൾ പറയുന്ന ഒരാൾ, മാത്രമല്ല മാധ്യമങ്ങളിൽ ഇടപെടുന്ന രീതി. നമുക്ക് ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇന്നലെ ഹാൻഡിൽ ചെയ്ത രീതിയുണ്ട്. അതിനകത്ത് കൃത്യമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പരാതി FIR ഉണ്ടോ, പരാതിയുണ്ടോ, ഈ ഗർഭചിത്രം നടത്തണമെന്ന് പറഞ്ഞ ആ ഫോണിൽ വന്ന കുട്ടിയുടെ പരാതിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, ആരാണെന്ന്, അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ അങ്ങനെ ഒരു പരാതികളൊന്നും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതമാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ജീവിതമാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ റിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അവർ പറയുന്നുണ്ട് അവിടെയാണ് എനിക്ക് രാഹുലിന്റെ അടുത്ത് ചെറിയ വിയോജിപ്പുണ്ട്. അതായത് ഇപ്പൊ ഒരു പബ്ലിക് ഫിഗർ ആണ്, സ്വാഭാവികമായിട്ടും കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഒരു നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം പോകാൻ പാടില്ല എന്നുള്ള രീതി കൂടി അതിനകത്ത് കൈവരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളായിരിക്കും തോന്നുന്നു. ഇത് 2020, 2021, 2022 കാലഘട്ടത്തിലായിരുന്നു. ഇത് ഈ ഒരു ഇമേജിൽ നിൽക്കുന്ന സമയത്തല്ല. എങ്കിൽ പോലും അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ രീതികൾ, അപ്പോൾ അവരുടേതായ ഒരു സ്വകാര്യ നിമിഷങ്ങൾ, അതിനകത്ത് നമ്മൾ ചൂടിനിറങ്ങി പോയാൽ അവരൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്ന വിഗ്രഹമൊക്കെ ഉടങ്ങി അങ്ങ് പോകും.